ധൃതരാഷ്ട്രരുടെ തീരുമാനം പോലെ പാണ്ഡവ രാജകുമാരന്മാർ കൊട്ടാരത്തിൽ നിന്നും അങ്ങകലെയായി വാരണാവതിയിലെ ശിവക്ഷേത്രത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഒരു കൊടും വനത്തിന് നടുവിലായിരുന്നു ആ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആ വനത്തിൽ തന്നെ അവർക്ക് താമസിക്കുവാനായി ഒരു കൊട്ടാരം നിർമ്മാണം തുടങ്ങി. കൊട്ടാരത്തിന്റെ പണികളെല്ലാം ദുര്യോധനന്റെ മേൽനോട്ടത്തിലായിരുന്നു. മേൽനോട്ടം മാത്രമായിരുന്നു ദുര്യോധനന്റെ, പക്ഷെ അതിലെ ലക്ഷ്യവും ബുദ്ധിയും ശകുനിയുടേതായിരുന്നു. അതുകൊണ്ട് തന്നെ ചില രഹസ്യമായ പ്രത്യേകതകൾ കൊണ്ടാണ് ആ കൊട്ടാരം നിർമ്മിക്കാൻ തുടങ്ങിയത്. ദിവസങ്ങൾക്കുള്ളിൽ ആ കാടുകൾക്ക് നടുവിലായി ആ കൊട്ടാരം പാണ്ഡവർക്ക് വേണ്ടി പണിതുയർത്തി. അങ്ങനെ ആ ദിവസം വന്നെത്തി. കൊട്ടാരത്തിലെ എല്ലാവരും അവരെ യാത്രയയക്കാൻ വേണ്ടി വന്നു. പക്ഷെ അവരെ ഞെട്ടിച്ചത് അതൊന്നുമല്ലായിരുന്നു. ആ രാജ്യത്തിലെ പ്രായഭേദമന്യേ എല്ലാവരും അവർക്ക് വേണ്ടി കൊട്ടാരത്തിന് മുന്നിൽ തടിച്ചുകൂടി. അവരുടെ സ്നേഹത്തിന് മുന്നിൽ തല ഉയർത്തി കൊട്ടാരത്തിൽ നിന്നും അവർ പടിയിറങ്ങി. അവരുടെ പുതുകൊട്ടാരത്തിലെ ജീവിതം അകലെയായി ദുര്യോധനനും സംഘവും നിരീക്ഷിക്കാൻ ആരംഭിച്ചു. അവർക്കുപയോഗിക്കുവാനുള്ള ആയുധം നേരത്തെ തന്നെ ശകുനി ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പുരോചനൻ. അവർക്ക് വേണ്ടിയുള്ള സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ച ആളായിരുന്നു പുരോചനൻ. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവരുമായി നല്ലൊരു സൗഹൃദം അയാൾ സ്ഥാപിച്ചു. അവർ പോലും അറിയാതെ അവരുടെ പൂർണ്ണ വിശ്വാസം അയാൾ നേടിയെടുത്തു. ശകുനിയുടെയും സംഘത്തിന്റെയും ഒരു വാക്കിനായി അയാൾ കാത്തിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ശകുനി പുരോചനനെ കാണുവാൻ വിളിച്ചു. പുരോചന, നമ്മുടെ സമയമായിരിക്കുന്നു. ദുര്യോധനന്റെയും കർണന്റെയും കണ്ണുകൾ ആ കൊട്ടാരത്തിലേക്ക് തിരിഞ്ഞു. ആ ഒരു നിമിഷത്തിനായി. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവരുടെ കണ്ണുകളിൽ ഒരു തീജ്വാല ഉയർന്നു. ആ കാട് മുഴുവൻ ആ വെളിച്ചം പടർന്നു. ശകുനിയുടെ ചുണ്ടുകളിലേക്കും അത് പടർന്നു പിടിച്ചു. ഒരു യുദ്ധം ജയിച്ച അനുഭൂതിയായിരുന്നു ദുര്യോധനനിലുണ്ടായിരുന്നത്. കർണനും അയാളുടെ സന്തോഷത്തിൽ പങ്കുചേർന്നു. പെട്ടെന്നായിരുന്നു ആ ശബ്ദം അവരുടെ ആ ലോകത്തിലേക്ക് എത്തിയത്. പുരോചനന്റെ സഹായിയായിരുന്നു അയാൾ. പുരോചനൻ എവിടെ? അതിനുള്ള മറുപടി അയാൾക്ക് പറയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അയാളുടെ കിതപ്പ് അതിനെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. എന്തുപറ്റി? ഞങ്ങൾ കത്തിക്കാനായി അവിടെ പോയി. പക്ഷേ കൊട്ടാരത്തിനകത്ത് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അവിടെ മുഴുവൻ ഞങ്ങൾ അന്വേഷിച്ചു. പിന്നീട് പുറത്തേക്ക് കടക്കാൻ നേരമാണ് ഞങ്ങളത് കണ്ടത്. കൊട്ടാരം പുറത്തുനിന്ന് പൂട്ടിയിരിക്കുന്നു. ഉടനടി തന്നെ ഞങ്ങൾക്ക് നേരെ 2 നിഴൽ ലക്ഷ്യം വെച്ചു വന്നു. എന്നെ മാത്രം അവർ കൊട്ടാരത്തിന് പുറത്തേക്ക് തള്ളി. ശേഷം അവർ ആ കൊട്ടാരത്തിന് തീ വെച്ചു. അതിനകത്ത് നിന്നും പുരോചനന്റെ മരണവെപ്രാളം ഞാൻ കേട്ടു. കേട്ട് നിന്ന ദുര്യോധനന്റെ രക്തം തിളച്ചു. ശകുനിയുടെ ദേഷ്യം അയാൾ ആ മനുഷ്യനിൽ തീർത്തു. കർണന്റെ കലി ഇളകി. നമ്മൾ 3 പേരും മാത്രം അറിഞ്ഞ ഈ കാര്യം അവരെങ്ങനെ അറിഞ്ഞു? 3 പേർക്ക് അറിയാമെന്നുള്ളത് നമ്മുടെ മാത്രം അറിവല്ലേ? ഒരു 4-ാമനുണ്ടെങ്കിലോ? അവർ കൊട്ടാരം തീവയ്ക്കാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ പോകണ്ട എന്നാണോ പറയുന്നത്? പോകണം, എന്തായാലും പോകണം. സഹോദരന്റെ ആത്മാവിന് ശാന്തി ലഭിക്കണം. അല്ല, തീവയ്ക്കുമ്പോൾ അവർ കൊട്ടാരത്തിനകത്താണ്. പക്ഷെ മരണപ്പെട്ടത് പുരോചനൻ മാത്രം. അവരെവിടെ? കൊട്ടാരത്തിനകത്ത് നിന്നും ഒരു തുരങ്കം ഞാൻ പണിയിപ്പിക്കുന്നുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് രക്ഷപ്പെടാം. മാസങ്ങളോളം അവർ ആ കാട്ടിലൂടെ സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു. ആ സഞ്ചാരം അവസാനിച്ചത് ഏകചക്ര എന്ന ഗ്രാമത്തിലായിരുന്നു. അവിടുത്തെ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ അവർ അഭയം പ്രാപിച്ചു. രാത്രി അത്താഴത്തിന് സമയമായി. അപ്പോഴാണ് അവരത് ശ്രദ്ധിച്ചത്. ഭക്ഷണം വളരെ കുറച്ച് മാത്രമാണ് അവർക്കായി നൽകിയത്. എന്തോ ഒരു വിചിത്രത അവർ മണത്തു. പക്ഷേ അവരെ വിസ്മയിപ്പിച്ചത് വീട്ടുകാരുടെ ഭക്ഷണരീതി കണ്ടപ്പോഴായിരുന്നു. വളരെ കുറച്ച് ഭക്ഷണമാണ് അവർ കഴിക്കുന്നത്. പിറ്റേ ദിവസവും അതേ രീതിയിൽ തന്നെയായിരുന്നു ഭക്ഷണക്രമം. പാണ്ഡവ സഹോദരങ്ങളെ വിശപ്പ് വിടാതെ പിന്തുടർന്നു. അതിഥി ആയതിനാൽ മാത്രം അവർ നിശബ്ദത പാലിച്ചു. അന്ന് രാത്രി പതിവ് പോലെ അവർ മയക്കത്തിലായി. എന്നാൽ അർദ്ധരാത്രിയിൽ ചില ശബ്ദങ്ങൾ അവരെ ഉണർത്തി. അവർ 5 പേരും ഉണർന്നു. ജനലിലൂടെ അവർ പുറത്തേക്ക് നോക്കി. അവർക്കത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ആ വീട്ടിലെ സ്ത്രീ പല പാത്രങ്ങൾ പുറത്തു കൊണ്ടുവയ്ക്കുന്നു. ഉടനടി അവർ ഗൃഹത്തിനകത്തേക്ക് ഓടിക്കയറുന്നു.
എന്നാൽ പാണ്ഡവന്മാരുടെ ഉറക്കം പൂർണ്ണമായും പോയത് ചുറ്റുമുള്ള വീടുകളിലേക്ക് നോക്കിയപ്പോഴാണ്. ആ ഗ്രാമത്തിലെ എല്ലാ വീടുകളുടെയും മുൻപിൽ ഇതുപോലെ പാത്രങ്ങൾ നിരത്തിവെച്ചിരിക്കുന്നു. അവർക്കതൊരു അത്ഭുതമായി. പിറ്റേ ദിവസം തന്നെ അവർ ഈ കാര്യം തങ്ങളുടെ മാതാവിനെ കൊണ്ടുതന്നെ ചോദിപ്പിച്ചു. വികാസുരൻ, വർഷങ്ങൾക്ക് മുൻപാണ് അയാൾ ഈ ഗ്രാമത്തിലേക്ക് എത്തിയത്. ഭക്ഷണപ്രിയനായിരുന്നു അയാൾ. ചില നേരങ്ങളിൽ അയാളുടെ കരച്ചിൽ നമ്മളെ തന്നെ ഇല്ലാതാക്കും. ഒരിക്കൽ ഒരു രാത്രിയിൽ ഞങ്ങൾ മയക്കത്തിലായിരുന്നു. ഒരു അലറലോട് കൂടിയ ശബ്ദത്തോടെ, പേടിയോടെയാണെങ്കിലും ഞങ്ങൾ വാതിൽ തുറന്നു. ഞങ്ങൾക്ക് നേരെ അയാൾ ഭീഷണി മുടക്കി. ഇനിയുള്ള ഓരോ അർദ്ധരാത്രിയിലും എന്റെ വിഹിതം എനിക്ക് വേണ്ടി മാറ്റിവെക്കപ്പെടണം. കേട്ടപ്പോൾ ഇതൊരു ഭീഷണി പോലെ ഞങ്ങൾക്ക് തോന്നിയില്ല. ഒരാളുടെ വിശപ്പല്ലേ അത്. പക്ഷേ പതുക്കെ പതുക്കെ അയാളുടെ ഉള്ളിലെ രാക്ഷസൻ വളരുവാൻ തുടങ്ങി. ഭക്ഷണം കുറയുമ്പോൾ ആ രാക്ഷസനെ ഞങ്ങൾ കാണുവാൻ തുടങ്ങി. ഞങ്ങൾ പട്ടിണി കിടന്നാലും അയാളുടെ വയറ് നിറയ്ക്കാൻ ഞങ്ങൾ പാടുപെട്ടു. ഇത് കേട്ട പാണ്ഡവരുടെ ഉള്ളിൽ ഒരു കൗതുക കഥാപാത്രമായി വികാസുരൻ. അന്ന് രാത്രിയിൽ അവർ കൗതുകത്തോടെ വികാസുരനെ കാണുവാൻ വേണ്ടി ജനലിന്റെ അവിടെ കാത്തിരുന്നു. പതിവ് പോലെ ആ സ്ത്രീ പാത്രങ്ങളിൽ ഭക്ഷണം നിറച്ചുവെച്ചു. കുറച്ചങ്ങ് മാറി മറ്റൊരു വീട്ടിൽ അയാളുടെ കാലൊച്ചയെത്തി. പെട്ടെന്ന് തന്നെ അവരുടെ വീടിന് മുന്നിൽ അയാൾ പ്രത്യക്ഷപ്പെട്ടു. അയാൾ ആ ഭക്ഷണപാത്രം എടുക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് ഒരു കൈ അയാളുടെ കൈകളിൽ വന്ന് പിടിച്ചത്. കണ്ടു നിന്ന പാണ്ഡവന്മാർ ഞെട്ടി. കാരണം അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളെ കാണുന്നില്ല. ഈ ഭീമന് ഇതെന്തു ഭാവിച്ച? പിറ്റേ ദിവസം ആ ഗ്രാമം സാക്ഷിയായത് ആ വിചിത്ര കാഴ്ചയ്ക്കായാണ്.